ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇത് മാർക്കറ്റ് ന്യൂസ് കിടക്കാം. തുടർച്ചയായി 4-ാം ദിവസവും നിഫ്റ്റി റാലിയിലാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇന്ന് 25,083 ക്ലോസ് ചെയ്തപ്പോൾ 33 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ബാങ്ക് ഇന്ന് 56 പോയിന്റ്സ് വരുന്നു 55,755 ക്ലോസ് ചെയ്തത്. എന്നാൽ നിഫ്റ്റി മിഡ് ക്യാപ്പും നിഫ്റ്റി സ്മോൾ ക്യാപ്പും നെഗറ്റീവിലാണ് ഇത് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് 221 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി 57,708 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇന്ന് 2 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി 17,966 ക്ലോസ് ചെയ്തത്. ഇന്ത്യ വിക്സ് ഇന്ന് 11.37 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 82,000 ക്ലോസ് ചെയ്തപ്പോൾ 142 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. DII ടിക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് DII 2,546 കോടി രൂപ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. FII ഇന്നും നെറ്റ് ബയേഴ്സ് ആയിരുന്നു. 1,246 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു FII. ഇന്നലെ വരെ മിക്സഡ് ആയിട്ടായിരുന്നു FIIയുടെ പ്രതികരണം. ഇന്നലെ 1,100 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. അവിടെ നിന്ന് ബൈൽ മോഡിലേക്ക് വന്നിട്ടുണ്ട്. പ്രതീക്ഷയേക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു വരുന്ന ദിവസങ്ങളിൽ FIIയുടെ ആക്ടിവിറ്റി. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി എനർജി, നിഫ്റ്റി FMCG, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി PSU ബാങ്ക് എന്നീ സെക്ടേഴ്സ് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണിക്കുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ നിഫ്റ്റി മീഡിയ മാത്രം ഒരു മാറ്റമില്ലാതെ ചെറിയൊരു വ്യത്യാസത്തിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ എന്നത് 25,377 ക്ലോസ് ചെയ്തപ്പോൾ 91 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി എനർജി 166 പോയിന്റ്സ് കുറഞ്ഞ് 34,681 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 26,573 ക്ലോസ് ചെയ്തപ്പോൾ 85 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി FMCG 361 പോയിന്റ്സ് കുറഞ്ഞ് 56,303 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഹെൽത്ത് കെയർ 14,722 ക്ലോസ് ചെയ്തപ്പോൾ 135 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഇൻഫ്ര 13 പോയിന്റ്സ് കുറഞ്ഞ് 9173 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 35,723 ക്ലോസ് ചെയ്തപ്പോൾ 33 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മീഡിയ 16,380 തന്നെ റീറ്റെയിൻ ചെയ്തു. നിഫ്റ്റി മെറ്റലിൽ നിന്ന് 9493 ക്ലോസ് ചെയ്തപ്പോൾ 4 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 11,219 ക്ലോസ് ചെയ്തപ്പോൾ 33 പോയിന്റ്സിൻ്റെ ഗെയിൻ ആണെന്ന് കണ്ടത്. നിഫ്റ്റി ഫാർമ 208 പോയിന്റ്സ് ഉയർന്ന് 22,177 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 26 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി 7,077 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി റിയാലിറ്റി 3 പോയിന്റ്സ് ഉയർന്ന് 917 ക്ലോസ് ചെയ്തിരിക്കുന്നത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞ് 1,350 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,389 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞ് ഇന്ന് സിപ്ല 3.09% റാലി നടത്തി. ഡോക്ടർ റെഡ്ഡി 2.61% റാലി നടത്തി. ബജാജ് ഫിൻസ് 1.03%, ICICI ബാങ്ക് 0.99%, ഹിൻഡാൽകോ 0.88%, ബജാജ് ഫിനാൻസ് 0.84%, റിലയൻസ് 0.80%, SBI ലൈഫ് 0.77%, L&T 0.76% ആൻഡ് ബെൽ 0.65% റാലിയാണെന്ന് കാണാൻ സാധിച്ചത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞ ടാറ്റ കൺസ്യൂമർ 1.57% ഫോളോ കണ്ടു. ബജാജ് ഓട്ടോ 1.56%, ഇറ്റേണൽ 1.55%, പവർ ഗ്രിഡ് 1.51%, ഇൻഡസ്ഇൻഡ് ബാങ്ക് 1.36%, ജിയോ ഫിനാൻസ് 1.34%, JSW Steel 1.23%, ഹിന്ദുസ്ഥാൻ യൂണിലിവർ 1.12%, നെസ്ലെ ഇന്ത്യ 1.04% ആൻഡ് NTPC 1.02% ഫോൾ ആണെന്ന് കണ്ടത്. ഇതൊരു ബയേഴ്സ് അല്ല, റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 months മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 2024 ഓഗസ്റ്റിൽ എൻഡിൽ 25,235 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,083 നിൽക്കുമ്പോൾ 0.60% ലോസ് ആണ് കാണാൻ സാധിച്ചത്. ഈ ആഴ്ച തുടക്കം ഈ ലോസ് കൂടുതലായിരുന്നു. എന്നാൽ ഈ ആഴ്ചത്തെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് കാരണം ആ ലോസ് കുറഞ്ഞു വരുന്നതാണ്. വരും ദിവസങ്ങളിൽ ഇത് പോസിറ്റീവ് ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിഫ്റ്റി 50 ഈ വർഷത്തെ മൂവ്മെൻറ്റ് കഴിഞ്ഞാൽ ജാനുവരി 1 23,742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,083 ക്ലോസ് ചെയ്തപ്പോൾ 5.65% പ്രോഫിറ്റാണ് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ തുടക്കം മുതലേ മേളിലായിട്ടായിരുന്നു നിഫ്റ്റി പോയിക്കൊണ്ടിരുന്നത്. മൺഡേ 24,876 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 24,980 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 25,050 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ ഇന്ന് 25,083 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച നിഫ്റ്റി മൂവ് ചെയ്തത് 452 പോയിന്റ്സ് ആണ്. 1.84% പ്രോഫിറ്റാണ് ഇന്ന് വരെ കാണാൻ സാധിക്കുന്നത്.
മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ജർമ്മനിയിൽ നിന്ന് നാളെ GDP ഡേറ്റ 22 ഓഗസ്റ്റിന് വരുന്നുണ്ട്. കോർ റീറ്റെയിൽ സെയിൽസ് ഡേറ്റ ഫ്രം UK നാളെ വരുന്നുണ്ട്. USD ഫോറക്സ് റിസർവ് ഡേറ്റ ഇന്ത്യ എന്ന് 22 ഓഗസ്റ്റിന് നാളെ വരുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.